ഹല്ലേലൂയ. എല്ലാ ദൈവങ്ങൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ വിശുദ്ധിയുടെ ആത്മാവ്. വിശുദ്ധിയുടെ ആത്മാവ്. ലൂക്കോസ് 23:46 വായിക്കുന്നത്, കർത്താവ് പറഞ്ഞത്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. കർത്താവായ യേശു പറഞ്ഞ വാചകമാണല്ലോ. റോമാലേഖനം 2:1-5 വായിക്കുന്നത്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും അപ്പം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തിൻ്റെ അധികാരിയെ കീഴടക്കുന്നതിന് ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ശക്തി വിശുദ്ധിയാണ്. യേശു മരണത്തെ ജയിച്ച് ഉയർപ്പിക്കപ്പെട്ടത് വിശുദ്ധിയുടെ ആത്മാവിലാണെന്ന് റോമാലേഖനം 1:5 വായിച്ചതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധിയുടെ ആത്മാവായി തീരണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് മോഹം, നിഗളം, അസൂയ, സ്പർദ്ധ, കോപം മുതലായ മലിനപ്പെടുത്തുന്ന ഘടകങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കണം. നാം മരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെയല്ല, ആത്മാവിനെയാണ് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് യേശു മരിക്കുന്നത്. യേശു തൻ്റെ ഘാതകന്മാരോട് മനഃപൂർവ്വമായി ക്ഷമിച്ച് രക്തസാക്ഷിയായ സ്തെഫാനോസ് മരിക്കാവുന്ന സമയത്ത്, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ, അപ്പോസ്തലർ 7:59 വായിക്കുന്നു, എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് മരിക്കുന്നത്. പരിശുദ്ധമായ ആത്മാവിന് മാത്രമേ പരിശുദ്ധനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് സങ്കീർത്തനം 51:10 വായിക്കുന്നു. സ്തോത്രം എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ശരിയായ ഒരാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് തുപ്പുന്നവർ ഉൾപ്പെടെ എല്ലാവരോടും ശരിയായ ആത്മാവിലുള്ള സമീപനം നമുക്കും ഉണ്ടായിരിക്കും. ഈ വചനത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധിയുടെ ആത്മാവ് നമുക്കുണ്ടാകുവാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.